ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് പാർസലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഡോ തയ്യാറാക്കാം. ഞാനിവിടെ ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു അരക്കപ്പ് ഇളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിനുവേണ്ടി ഈ അളവ് കറക്റ്റ് അളവാണ്. 1 കപ്പ് 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും 1 കപ്പ് ഇളം ചൂടുവെള്ളം. ആവശ്യമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്തതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇത് ഇളം ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി ഇതിലേക്ക് ഇനി നമുക്കിതൊന്ന് ഫെർമെൻ്റ് ആകുന്നതിന് വേണ്ടി ഒരു 1/2 hour നമുക്കിത് അടച്ചു വയ്ക്കണം. ഞാനിവിടെ ഒരു വെറ്റ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മയോണൈസും തയ്യാറാക്കാം. ഞാനിവിടെ കാഷ്യൂ വെച്ചാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് കുറച്ച് ഗാർലിക്, പെപ്പർ, സോൾട്ട്, ലെമൺ ജ്യൂസ് ഇത്രയും ചേർത്ത് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഈ രീതിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോവിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കാം. ഡോ എല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആണ് തയ്യാറായിരിക്കുന്നത്. കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നും ചെറിയ റോളായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ പിസ്സ സോസിലേക്ക് മയോണൈസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത ഈ സോസ് നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന ഡോവിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം ക്യൂബ്സ് അരിഞ്ഞെടുത്തത്, കുറച്ച് ഓണിയൻ ചോപ്പ് ചെയ്ത്. ഓണിയൻ ഓപ്ഷണലാണ്. ഇത് സ്വീറ്റ് കോൺ ആണ്. കുറച്ച് പനീർ ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മോസറല്ല ചീസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഫോൾഡ് ചെയ്യും. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഷൈനിങ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട്. സൂപ്പർ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെജ് പാർസൽ ഇവിടെ തയ്യാറാണ്. അപാര ടേസ്റ്റാണ് ഇതിന്.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.